ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 748 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദനഹ പെരുന്നാൾ. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് 3-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. കർത്താവിന്റെ മാമോദീസ പെരുന്നാളാണ് ദനഹ പെരുന്നാൾ. ദനഹോ എന്ന വാക്കിന്റെ അർത്ഥം ഉദയം എന്നാണ്. തൃത്വത്തിന്റെ ഉദയം ഈ ദിവസത്തിൽ, ഈ പെരുന്നാളിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ കാത്തിരുന്ന ജനം യോഹന്നാൻ സ്നാപകനെ കണ്ടിട്ട് ക്രിസ്തുവാണെന്ന് സംശയിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയാവുമല്ല. ജനമെല്ലാം തനിക്ക് ഉന്നതമായ സ്ഥാനം നൽകുമ്പോൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന യോഹന്നാൻ സ്നാപകനെ നാം അവിടെ കാണുകയാണ്. തനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ, തനിക്ക് മുമ്പനായവൻ, അവനാണ് എൻ്റെ പിന്നാലെ വരുന്നത്. എത്ര മനോഹരമായ ഒരു മാതൃകയാണ് ഇവിടെ യോഹന്നാൻ സ്നാപകൻ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനായി തീരണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടോ? മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മുടേതായി തീരണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടോ? പ്രിയമുള്ളവരെ, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, അവൻ വളരെയണം, ഞാനോ കുറയണം. ഈ ഒരു ഭാവം തന്നെയാണ് നമുക്കും ഉണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എൻ്റെ ആരോഗ്യവും എനിക്കുള്ള കഴിവുകളെല്ലാം എൻ്റെ ദൈവം എനിക്ക് നൽകിയതാണ് എന്നുള്ളതായ ബോധ്യത്തോടുകൂടെ എൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തിന് നാം മഹത്വപ്പെടണമെന്ന്, ദൈവം വളരണമെന്ന് ഉള്ളതായ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.